വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ആ ഒരു വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ശിവനാണെങ്കിൽ ശാലിനിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അതനുസരിച്ച് എത്താമെന്നും പറയുകയാണ്. അതിനുശേഷം പ്രകാശാണെങ്കിൽ ഒരുങ്ങി രജിസ്റ്റർ ഓഫീസിലേക്ക് കാറിലാണ് ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്. അന്നേരം അവിടെ മഹേന്ദ്രനാണെങ്കിൽ ലാസറിനോടും തൻ്റെ ഗുണ്ടാപ്പടയോടും ഒക്കെ പറയുന്നുണ്ട്, എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്രകാശ് രജിസ്റ്റർ ഓഫീസിൽ എത്തരുത് എന്നിങ്ങനെ പറയുകയാണ്. അതായത് ജീവൻ എടുത്തിട്ടായാലും എങ്ങനെയായാലും എത്തരുത് എന്നുള്ള മഹേന്ദ്രൻ്റെ വാശി ജയിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ പറയുന്നതൊക്കെ. അതനുസരിച്ച് ഇവർ പ്രകാശനെ ആണെങ്കിൽ വഴിയിൽ വെച്ച് ചേസ് ചെയ്ത് പിടിക്കുന്നുമുണ്ട്. എന്നിട്ട് പ്രകാശനെ ഉപദ്രവിക്കാനുള്ള ആ ഒരു ശ്രമം തന്നെയാണ്. പക്ഷേ അത് തുടങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് ശിവനാണെങ്കിൽ ആ ഒരു വിഷ്ണുവിൻ്റെ ജീപ്പിൽ എത്തുന്നുമുണ്ട്. എന്നിട്ട് എല്ലാവരെയും അങ്ങോട്ട് അടിച്ചോടിക്കുകയാണ്. എന്നിട്ട് പ്രകാശനോട് പറയുന്നുണ്ട്, വണ്ടി എടുത്ത് പോയിക്കോ, ഞാൻ എത്തിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് പ്രകാശനാണെങ്കിൽ കാറെടുത്ത് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പുറപ്പെടുന്നുണ്ട്. അതേസമയം അവിടെ പിന്നെ ശാലിനിയും ചന്ദ്രയും റാണിയും വേലായുധനും ഭാര്യയും എല്ലാവരും ഒക്കെ ഇങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു പ്രകാശൻ എത്തുന്നതിന് വേണ്ടിയിട്ട്. അന്നേരം പ്രകാശൻ എത്തുന്നുണ്ട്, പക്ഷേ ശിവൻ അന്നേരം എത്തുന്നില്ല. കുറേ നേരം അവർ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് ശിവൻ എത്തുന്നത്. ആ ഗുണ്ടകൾ ലാസറിനെയൊക്കെ അടിച്ച് ഓടിച്ചതിന് ശേഷമാണ് ശിവൻ എത്തുന്നത്. അന്നേരം ശിവൻ പെട്ടെന്ന് ഓടിപ്പാഞ്ഞെത്തുകയാണ്. അന്നേരം എന്നാൽ പിന്നെ വൈകിക്കണ്ട, നമുക്ക് ചടങ്ങുകൾ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി രജിസ്ട്രാറിൻ്റെ അകത്തെ ആ ഒരു ക്യാബിനകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മാലയും ഹാരവും എല്ലാമൊക്കെ ഉണ്ട്. ആ ഒരു താലികെട്ട് അവിടെ നടക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടുകയാണ്, ഒപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ശാലിനി അവിടെ കസേരയിൽ ഇരിക്കുകയാണ്, രജിസ്ട്രാർ ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും നിന്നാണ് ഈ ചടങ്ങൊക്കെ നടക്കുന്നത്. അന്നേരമാണെങ്കിൽ ഒപ്പിടാൻ നേരത്താണെന്ന് തോന്നുന്നു ഈ പിന്നെ പ്രകാശിൻ്റെ ചന്ദ്രയുടെ കഴുത്തിൽ നിന്ന് മാല ഊരിയിട്ട് ശിവൻ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് രണ്ടുപേരുടെയും മാല. എന്നിട്ട് ശാലിനി ഇത് പിടിച്ചതെന്നും പറഞ്ഞ് ഒരെണ്ണമാണെങ്കിൽ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്, പ്രകാശിൻ്റേത് തൻ്റെ കയ്യിൽ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവരാണെങ്കിൽ ആ ഒരു രജിസ്ട്രാറുടെ ക്യാബിൽ നിന്നും ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം ശാലിനി ശിവനുമാണ് ഇറങ്ങുന്നത്. അതിൽ ശിവൻ്റെ കയ്യിലും ഇങ്ങനെ ഹാരം മടക്കി വെച്ചിട്ടുണ്ട്, ശാലിനിയുടെ കയ്യിൽ അതേപോലെ വച്ചിരിക്കുകയാണ്. അന്നേരം ആ ഒരു പഴയ ഒരു യൂട്യൂബർ വ്ളോഗർ ഉണ്ടായിരുന്നല്ലോ, ഇവരെ വൈറലാക്കുകയൊക്കെ ചെയ്ത ആ ഒരു ഇൻഫ്ലുവൻസർ, ആ പുള്ളിയാണെങ്കിൽ അവിടെ വീണ്ടും ഇങ്ങനെ ഫോണുമായിട്ട് നിൽക്കുകയാണ്. ഇവരെ ഞാനിന്ന് നാറ്റിക്കും, വൈറലാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇറങ്ങി വരുന്നത് ആ ഒരു വീഡിയോ എടുക്കുകയാണ്. അതായത് ഇപ്പോൾ രജിസ്ട്രാറുടെ മുമ്പിൽ നിന്നും കല്യാണം കഴിഞ്ഞ് വരുന്നത് ശിവനും ശാലിനിയും ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും ഇറങ്ങി വരുന്നുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ ഇങ്ങനെ ഹാരമൊക്കെ മടക്കി ഇട്ടിട്ടുമുണ്ട്. അവരിങ്ങനെ മുന്നേ നടന്നു പോകുന്നു. പക്ഷെ പിന്നാലെയാണ് പിന്നെ ചന്ദ്രയും പ്രകാശനും പിന്നെ വേലായുധനും റാണിയും പിന്നെ വേലായുധൻ്റെ ഭാര്യയും ഒക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ. കമലിനെ കാണിക്കുന്നുണ്ടോയെന്ന് കാണുന്നില്ല. അപ്പോൾ ഇയാളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇയാളാണെങ്കിൽ ഈ ഒരു പിന്നെ ക്ലിപ്സ് ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാവരും കാണുന്നുണ്ട്. തുടർന്ന് ഈ ഒരു സീനാണെങ്കിൽ ഈ ഒരു വീഡിയോ ഡെയ്സി ആണെങ്കിൽ ഇങ്ങനെ ഫോണിൽ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ ഇവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അത് എത്രത്തോളം ഇനി എല്ലാവരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി സത്യഭാമയോ ബാക്കി എല്ലാവരെയൊക്കെ കാണുമോ, ആ ഒരു അപമാനം വീണ്ടും ഇനി ശാലിനി താങ്ങുമോ എന്നുള്ളതൊക്കെയാണ്. മിക്കവാറും പതിയെ പറഞ്ഞ് ഇവരൊരു വിവാഹത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നറിയില്ല. എല്ലാവരുടെയും വായടപ്പിക്കാൻ വേണ്ടി ഇനി അത് തന്നെയാണെന്ന് പറയുമോ എന്നറിയില്ല. എന്താകുമെന്നുള്ളത് നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. എന്തായാലും പ്രകാശിൻ്റെയും ചന്ദ്രയുടെയും വിവാഹം അവിടെ കഴിയുന്നുണ്ട്. മഹേന്ദ്രന് തോറ്റ് പിന്മാറാനേ വഴിയുള്ളൂ. ഇനി ഇവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി മധുരയിലേക്ക് പോകുമെന്നാണല്ലോ പ്രകാശം പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നാലെ മഹേന്ദ്രൻ ഇനി ആളെ വിടുമോ, അവർ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്താകും എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ പ്രശ്നം ഇടം വരെ എത്തും. ശിവൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഫുൾ എപ്പിസോഡ് വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.